സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരും. ലാസ്റ്റ് പോകും. അത് വിഷയം എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഇതെന്തെങ്കിലും ഔഷധ സസ്യമാണത്? ഇത് എന്തിനു ഉപയോഗിക്കുന്നത്? ഇത് ഒരു മണമൊന്നും ഇല്ല സാധനം, മണത്തിട്ട് മണമൊന്നും കിട്ടുന്നില്ലല്ലോ. ഇതെന്തോ പ്രത്യേകത ഉണ്ട് കേട്ടോ. പ്ലാന്റ്സ് പതിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ സ്നേഹം. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. ഞങ്ങൾ 2 ദിവസമായിട്ട് വനയാത്രയിലാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം. എന്നോടൊപ്പം ഉള്ളത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ അൽക്കുട്ടി ചാവക്കാട്. സലീം ചാവക്കാട്. എൻ്റെ പേര് ഷാക്കിർ, ഞാൻ ചാവക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ രമേശ്, കൊണ്ടോട്ടിയാണ് വീട്. ഈ കാട്ടിലൂടെ യാത്ര ചെയ്ത് നമ്മളിനി വയനാട്ടിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. അങ്ങനെയാണ് വരുന്ന വഴിയിൽ വെച്ചിട്ട് അവർ ഒരു ഔഷധ സസ്യം ശേഖരിച്ചത്. എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഉസ്താദേ, ഇത് ഔഷധ സസ്യമാണോ, ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. നമുക്കുണ്ടാകുന്ന ഉദരസംബന്ധമായ രോഗങ്ങളെ, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഔഷധമാണ് മണിത്തക്കാളി എന്ന് പറയുന്ന ഔഷധ സസ്യം. വളരെ ചെറിയ വെളുത്ത പൂക്കളുണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം ചെറിയ കായകളുണ്ടാവും, പച്ച നിറത്തിൽ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ആ കായകൾ പഴുക്കും. ആ സമയത്ത് അതിന് കറുത്ത നിറമായിരിക്കും. വയനാട് പോലുള്ള വനവാസി സമൂഹം ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭക്ഷണത്തിനാണ് ഈ മണിത്തക്കാളി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ഉദരസംബന്ധമായ രോഗങ്ങളെ ശമിപ്പിക്കാനാവശ്യമായ ഔഷധമായിട്ടും മണിത്തക്കാളി ഉപയോഗിക്കുന്നു. കൂടാതെ നേത്രരോഗങ്ങളെ, പ്രത്യേകിച്ച് കാഴ്ചകൾ മങ്ങി വരുന്ന സമയങ്ങളിൽ അത്തരം അവസ്ഥകളെ പരിഹരിക്കാനുള്ള ഔഷധ സസ്യം കൂടിയാണ് മണിത്തക്കാളി. മണിത്തക്കാളിയെ ഈ വനവാസി ആദിവാസി സമൂഹത്തിലുള്ള ആളുകൾ വിളിക്കുന്നത് കടുമുടിച്ചപ്പ് എന്നാണ്. അങ്ങനെയും പല പേരുകൾ ഈ മണിത്തക്കാളിക്കുണ്ട്. വളരെ ലളിതമായ ഒരു പ്രയോഗം. മരുന്ന് നിർമ്മാണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഇലക്കറികളൊക്കെ കറിവെച്ച് ഉപയോഗിക്കുന്നത് പോലെ തോരനായിട്ടോ വറവായിട്ടോ ഒക്കെ തന്നെ ഈ മണിത്തക്കാളി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഉദര സംബന്ധമായ രോഗങ്ങളെ, പ്രത്യേകിച്ച് കുടൽപുണ്ണ്, അതുപോലെ തന്നെ വായ്പുണ്ണ്,
ഇത്തരം രോഗങ്ങളെ മാറ്റിയെടുക്കാനുള്ള നല്ല ഒരു ഔഷധ പ്രയോഗമായിട്ട് ഈ മണിത്തക്കാളി ഉപയോഗിച്ചുകൊണ്ടുള്ള ആഹാരം ഈ നേത്രരോഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചകൾ മങ്ങുന്ന സമയത്ത് അത്തരം അവസ്ഥകളെ പരിഹരിക്കുന്നതിനും ഈ മണിത്തക്കാളി കറി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. വേരൊഴിച്ചിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് നാൾ ഒരു 40 ദിവസമെങ്കിലും ഇലക്കറിയായിട്ട് ഇത് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇത്തരം രോഗങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ഇത് രോഗശമനത്തിനായിട്ടുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യമൊന്ന് വയറിളക്കുക, പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് മാറുക, നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേക്കുക, ഒന്നിനെയും അമിതമായി നശിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും എൻ്റെ സ്നേഹം.